Hey everyone, so welcome to yet another video guys. So guys, കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായിട്ടും റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വലുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല, കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 സബ്ജക്ട്സാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്: ബയോളജി, മാത്സ് ആൻഡ് ഫിസിക്സ്. 3 ഞാനൊന്നും അധികം ഒരുപാട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ എക്സാമിൻ്റെ തലേന്ന് അങ്ങനെയൊക്കെ പഠിച്ചതാണ്. സത്യം പറഞ്ഞെങ്കിൽ 3 സബ്ജക്ട്സും ഭയങ്കര ഈസി ആയിരുന്നു. വിചാരിച്ചെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, പക്ഷേ പഠിച്ചിട്ടില്ല. +2ൻ്റെ എക്സാമിൻ്റെ കൂടെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റും കൂടെ ആയതുകൊണ്ട് ഒക്കെ കൂടെ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ പറ്റുന്നത്ര കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാത്സ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, ആൻഡ് ബയോളജി ആൻഡ് ഫിസിക്സ് നോ ഐഡിയ. ഫിസിക്സ് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷേ ബയോളജി ഞാൻ തീരെ എഴുതിയിട്ടില്ല. എനിക്ക് +1 കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പം 72 ഫിസിക്സിൽ, 73 ആണ് മാത്സിലും ബയോളജിയിലും കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ +2 എക്സാംസിൻ്റെ റിവ്യൂസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് എന്തൊക്കെയോ ഒരു പെട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത്. ടെസ്റ്റ് എക്സാമൊക്കെ മൂഞ്ചി തെറ്റിയിട്ടാണ് ഉള്ളത് ഗൈസ്. അതൊക്കെ റിസൾട്ട് വരുമ്പോൾ കാണാം. എന്തായാലും മെയ് 18 നമുക്ക് റിസൾട്ട് വരും. സോ ഞാൻ റിസൾട്ട് ഇവിടെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് നോക്കാം. സോ ഗൈസ്, നമുക്ക് സൈറ്റ് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഗൈസ് ഭയങ്കര സ്ലോ ആണ്. ലെറ്റ്സ് സീ. ഗൈസ് നെറ്റ് ഭയങ്കര സ്ലോ ആണ്, കിട്ടുന്നില്ല. കുറേ ടൈം ഞാൻ ട്രൈ ചെയ്യുന്നു. റിസൾട്ട് കിട്ടി ഗൈസ്. ഗൈസ് അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ മാർക്ക്. കഴിഞ്ഞ ഫിസിക്സിൽ 72 ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. പിന്നെ ബയോളജി നല്ലോണം കുറഞ്ഞു. കഴിഞ്ഞ 73 ഉണ്ടായിരുന്നു, ഇപ്പോൾ 62 ആണ്. പിന്നെ മാത്സിൽ 80 ഔട്ട് ഓഫ് 80 ആയി ഗൈസ്. ടു ബി ഹോണസ്റ്റ്, സത്യമായിട്ട് ഞാൻ 80 ഔട്ട് ഓഫ് 80 കിട്ടുമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാൻ ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം പഠിക്കുന്ന തന്നെ മാത്സിന് 2 ദിവസമാണ് ഉണ്ടായിരുന്നത്. ആ 2 ദിവസം ജസ്റ്റ് പഠിച്ചതാണ്, അല്ലാണ്ട് ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഗൈസ് ഓക്കെ, മാത്സിൽ കൂടുതൽ എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ ബയോളജി ആൻഡ് ഫിസിക്സ് കുറച്ച് ശരിക്കും പറഞ്ഞെങ്കിൽ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാവുന്ന എക്സാമാണ്. ഇത് അത്രയ്ക്ക് ഈസി ആയിരുന്നു ഗൈസ്. എനിവേ ദിസ് മീൻസ് എ ലോട്ട്, കാരണം മാത്സ് ഫുൾ മാർക്കായി. പിന്നെ ഫിസിക്സ് ആൻഡ് ബയോളജി ഇറ്റ്സ് ഓക്കെ ഗൈസ്. നമുക്ക് എല്ലാ ടൈമും ഫുൾ മാർക്ക് കിട്ടണം അങ്ങനെയൊന്നുമില്ല, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സീരിയസ്ലി ഗൈസ്, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര പഠിച്ചിട്ട് ഇത്ര മാർക്ക് കിട്ടിയത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഫിസിക്സ് 72 കിട്ടുന്നതെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. മാത്സ് ഏതായാലും ഫുൾ മാർക്കായി ഗൈസ്. ആ ഒരു സന്തോഷം എനിക്ക് എന്തായിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ എക്സാം, നിങ്ങൾ +2 എക്സാംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ നമ്മളെ റിസൾട്ട് എന്തായാലും മെയ് 18 വരും. സോ നിങ്ങളെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.